എൻ്റെ പേര് ജേക്കബ് ജോർജ്. ഇവിടെ ശിവച്ചനെന്ന് വിളിക്കും. എൻ്റെ ഭാര്യ ഫാൻസി ജേക്കബ്. ഫാൻസി ജേക്കബായിട്ട് ഞങ്ങൾ ലൂർദ് മാതാ ക്യാൻസർ സെൻ്ററിൽ തിരുവനന്തപുരത്ത് ലാസ്റ്റ് സമയത്തുണ്ടായിരുന്നു. ഫാൻസിക്ക് ഞാൻ വെളിയിലായിരുന്നു. അവിടുന്ന് വന്നിട്ട് ഇപ്പം 2.5 വർഷമായി. വന്നു കഴിഞ്ഞ മുതലേ ഫാൻസിക്ക് എന്തോ ഒരു അസുഖമൊക്കെ ഇതായിട്ട് വന്നു. പല ഇൻഫെക്ഷനൊക്കെ വരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കാണ് ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ഇതാണെന്ന് മനസ്സിലായത്. അവിടെ ബോൺമാരെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പം കുഴപ്പമൊന്നുമില്ലാതെ 1.5 വർഷം പോകുമായിരുന്നു. പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്ക് ചടയുന്നത് വീണ്ടും അവിടെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്ക് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ഫെയിലിയറായി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് അറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ അസുഖങ്ങൾ വന്നു. പിന്നെ തുടർച്ചയായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ലാസ്റ്റ് എത്ര നാള് ഹോസ്പിറ്റലിൽ ഓരോ പ്രാവശ്യം പോകുമ്പോഴും ചിലപ്പം ഒരാഴ്ച 2 ആഴ്ച ബിലീവേഴ്സ് തന്നെയായിരുന്നു. ബിലീവേഴ്സും പിന്നെ ഷുഗർ കൂടുതലുള്ളതുകൊണ്ട് വേറൊരു ഹോസ്പിറ്റലും ഇടയ്ക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒന്ന് വന്ന് വരും, പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും പോകും, വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അങ്ങനെ ലാസ്റ്റ് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് ന്യൂമോണിയ ബാധിച്ചു, ഇൻഫെക്ഷനായി. ICUവിൽ 10 ദിവസം ആയിരുന്നു. അപ്പോൾ അവർ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞു. എന്നാലും പിന്നെ അവിടുന്ന് ഇതായിട്ട് വന്നു. ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പം മുമ്പോട്ട് ചികിത്സ വേറെ വെളിയിൽ നിന്നൊക്കെ ഒരു മരുന്ന് ഒക്കെ വരുത്തണം. അപ്പോൾ അത് 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു മാസം ചിലവാകും. അങ്ങനത്തെ ഒരു ചികിത്സയാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് അത്രയും ഇതിൽ മുമ്പോട്ട് പോകാനൊക്കാത്തതുകൊണ്ട് ഞങ്ങൾ എന്നാൽ RCC പോകാമെന്ന് പറഞ്ഞ് ചിലവ് കുറയ്ക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പം പോകുമ്പോൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ അവശത മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ RCC ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അവിടം വരെ യാത്ര ചെയ്ത് അവിടം വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിൽ വളരെ അവശതയായി. ഉടനെ വീണ്ടും ന്യൂമോണിയ ബാധിച്ചു. ഉടനെ അവിടുന്ന് ICU വീണ്ടും അഡ്മിറ്റ് ആക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് ലൂർദ് മാതാ ക്യാൻസർ സെൻ്ററിൽ വന്നു. പിന്നെ അവിടുന്ന് ഇടയ്ക്ക് ചെക്കപ്പിന് പോകുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം ഇതുപോലെ ഇച്ചിരി ആവശ്യതയാ തോന്നി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അപ്പം കൗണ്ടൊക്കെ തീരെ കുറവായിരുന്നു. അഡ്മിറ്റ് ആക്കിയിട്ട് ഞങ്ങൾ അവിടെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് പോന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ നിർത്തത്തില്ല, അവർ പോകാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ലൂർദ് മാതാവിൽ വന്നപ്പോഴത്തേക്ക് റൂമിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഫോൺ വന്നു, എളുപ്പം അങ്ങോട്ട് ചെല്ലണം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. ജിബിനായിരുന്നു ആദ്യം തൊട്ടേ? നിങ്ങൾ മാറി മാറി നിൽക്കുകയായിരുന്നോ? അല്ല, ജിബിൻ ആദ്യം തൊട്ട്, ഞാനും ഇവനും ഫുള്ള് സമയം ഉണ്ടായിരുന്നു. അമ്മ അവിടെ RCC കൊണ്ടുവന്നപ്പോൾ തൊട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വേറൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുമായിരുന്നു. അപ്പം അമ്മ ആ സമയത്ത് 2 ആഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ICUവിൽ. അപ്പം അച്ചാച്ചൻ തന്നെ അവിടെ നിന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞാൻ അവിടെ ലൂർദ് മാതാ കെയർ ഹോമിൽ വന്നത്. 2 ആഴ്ച അവിടെ അമ്മ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ ഒരു തിരുവനന്തപുരം എക്സ്പീരിയൻസ് പറയാം. അന്ന സമയത്ത് ഇതുപോലെ താമസത്തിന് എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി അമ്മയുടെ ചേച്ചി ഫെൽസി ആൻറ്റി ട്രീറ്റ്മെൻറ്റിന് വന്നിട്ട് ഫെൽസി ആൻറ്റിയാണ് ഞങ്ങളോട് ഇതുപോലെ ഈ ലൂർദ് മാതാ ക്യാൻസർ കെയർ ഹോമിനെ കുറിച്ച് പറയുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒന്നാമത് ഹോസ്പിറ്റൽ ടെൻഷൻ, അല്ലാതെ പല രീതിയിലുള്ള ഇത്. അപ്പം വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ അവിടുത്തെ സിസ്റ്റർമാരാണെങ്കിലും അവിടുത്തെ എല്ലാവരും ആണെങ്കിലും എല്ലാവരോടും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയോടെ ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ പോകാനാണെങ്കിൽ വണ്ടി അതൊക്കെ അറേഞ്ച് ചെയ്യുന്നു, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ നല്ല ഭക്ഷണം, പിന്നെ അവിടുത്തെ ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഇതിലായിരുന്നു. അനിയൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോബിൻ ജേക്കബ്. ഏറ്റവും ഇളയ മോന് അമ്മയോട് തീർച്ചയായിട്ടും അറ്റാച്ച്മെന്റ് കാണും അല്ലേ? അമ്മയുടെ ആബ്സെൻസും അമ്മയെ കുറിച്ച് പറ. വീട്ടിലെ ഏറ്റവും ഇളയ ആള് ഞാനാണെങ്കിൽ തന്നെ കൂടുതലും ഞാൻ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്.
സെമിനാരി നിന്നിട്ടുണ്ട് 3 വർഷം. പിന്നെ ഇപ്പം ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ചെന്നൈയിലാണ്, 1 വർഷമായിട്ട് ചെന്നൈയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ബോർഡിങ്ങിൽ നിന്ന കാലത്തോട്ടാണെങ്കിലും ഇപ്പം ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിലും ഓരോ കാര്യങ്ങൾ എനിക്ക് വേണ്ടി, ഇപ്പോൾ ഫുഡാണെങ്കിൽ പോലും ഞാൻ വരുന്നത് നോക്കി ഞാൻ വരുന്ന ആ സമയത്ത് വേണ്ടി നല്ല ഫുഡ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുവരെ മാറ്റി വെക്കും. ഇപ്പം ഇവർ കഴിക്കുമെന്ന് പറഞ്ഞ് അത് ഇവർ കാണാത്ത രീതി മാറ്റി വെച്ച് അത്രയും ഇതായിട്ടാണ് ഓരോ പ്രാവശ്യം ഞാൻ വരും. പിന്നെ എന്ത് കാര്യം എപ്പോൾ വേണേലും പറയുന്നത് അമ്മയോടായിരുന്നു. ഏറ്റവും ആദ്യമേ എല്ലാം ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും എല്ലാ കാര്യവും ആദ്യമേ പറയുന്നതും ചോദിക്കുന്നതെല്ലാം അമ്മയായിരുന്നു. ഞാൻ ഈ വീട്ടിൽ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, മരിച്ച് അധികം കഴിയുന്നതിന് മുൻപ് ഒരു ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ഈ വീട്ടിലെ അച്ചാച്ചനെ, ജേക്കബ് ഏട്ടനെ നമ്മുടെ സെൻറ്ററിൽ വന്നിരുന്നു. അതിനെക്കുറിച്ച് ജേക്കബ് ഏട്ടൻ ഒന്ന് പറയാം. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ വരാനായിട്ട് പറയാം? മരിച്ചു കഴിഞ്ഞാൽ മുതലേ ഞാൻ അങ്ങോട്ട് ഒന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കാര്യം ഞങ്ങളവിടെ താമസിച്ച സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ ഉള്ള ആൾക്കാരുമായിട്ട് ശരിക്കും കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കാര്യം പുള്ളിക്കാരത്തി എപ്പോഴും ഇതായിരിക്കും. ഞാൻ 2 ആഴ്ച അവിടെ കിടന്നപ്പോഴാണെന്ന് പറഞ്ഞാലും ഞാൻ അതിരാവിലെ അങ്ങ് പോവും. എന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് കിടക്കാൻ സമയത്ത് വരത്തുള്ളൂ. പിന്നെ അവിടെ ഉണ്ടാകുന്ന സമയത്താണെന്ന് പറഞ്ഞാലും പുള്ളിക്കാരത്തി റൂമിൽ വയ്യാതെ കിടക്കുന്നുണ്ട്. ഞാൻ വെളിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാനൊന്നും മറ്റവിടെയുള്ള അച്ഛനുമായിട്ടൊന്നും കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം നേരത്തെ തന്നെ ഞങ്ങളവിടെ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരത്തേൻ പറയുമായിരുന്നു അവിടെ എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്യണം, ഇപ്പോൾ ഒരു ദിനം മുമ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ ആ ചടയെന്ന് ഇങ്ങനെ ഇതുണ്ടായി ഞങ്ങളിഞ്ഞ് വരാനുള്ള ഇത് വന്നത്. അപ്പം ഒരു രീതിയിൽ ഞങ്ങൾക്ക് അവിടെ താമസിച്ച സമയത്ത് ഒരു പൈസ പോലും ഒരു ചിലവൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഈ ചടയിൽ നിന്ന് ഇഞ്ഞ് പോകുന്ന കൊണ്ട് അതൊന്നും ആരോടൊന്നും അന്ന് പോലും പറയാനായിട്ടൊക്കെ അതാണ് ഇഞ്ഞ് പോകുന്നത്. അപ്പം വന്നപ്പം മുതലേ ഞാൻ വിചാരിച്ചിരുന്നു ഒന്നുകൂടെ അങ്ങോട്ടൊന്ന് പോകണം, അവരെയൊക്കെ ഒന്ന് കാണണം. അത് പിന്നെ ഓരോ കാര്യങ്ങൾ തിരക്കുകൾ വന്നാൽ പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാനവിടെ പോകാനും ഒരു ഇത് വന്നത്. ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം, അന്ന് ജേക്കബ് ഏട്ടൻ എൻ്റെ മുറിയിൽ കയറി വരുമ്പോൾ അപ്പോൾ എന്നോട് അദ്ദേഹം പറയുന്നത് ഇതാണ്: എൻ്റെ ഭാര്യ ജീവിച്ച, അവളെ ശുശ്രൂഷിച്ച 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് RCCയും ഇവിടവും. അതുകൊണ്ട് RCCയുടെ മുറ്റത്തൂടെ എനിക്ക് കുറച്ച് നേരം നടക്കണം. അങ്ങനെയല്ല പറഞ്ഞേ, RCCയുടെ മുറ്റത്തൂടെ നടക്കണം, അച്ഛനെ ഇവിടെ വന്ന് കാണണം, ഇവിടെയുള്ള കുറച്ച് നേരം എനിക്ക് ഇവിടെ നിന്ന് ചെലവഴിക്കണം, അതിനായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അത് നമ്മുടേത് പോലെയുള്ള കരുണയുടെ സ്ഥാപനങ്ങൾക്ക് അതൊരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണ്.